നന്ദിയില്ലാത്ത ജനങ്ങൾ 12 വർഷം ഇവനെയൊക്കെ രാപ്പകലില്ലാതെ സേവിച്ചതാ. ഒരു ഉണ്ണിമേരിയുടെ പേരിൽ അവർക്ക് ഈ ശരീരം വേണ്ടാതെ ആയില്ലേ? അവിടെ ആരാണ്ട് ചവിട്ടിയതാ. എന്റെ കർത്താവ്, കുറുപ്പിയേട്ടന് എന്നാ പറ്റി? ലൈറ്റ് പോയപ്പോ തൂണയിൽ ഏതാണ്ട് ഇടിച്ചതാ. ഇങ്ങനെയല്ലാതെ മറ്റാരെങ്കിലും ലൈറ്റ് പോയപ്പോ ഇരുട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുവോ? അണ്ണാക്കും വെച്ചോണ്ട് മൈക്കിലെ പോലെ മണ്ടോദരി പാഞ്ചാലി എന്ന് വിളിച്ചോണ്ടല്ലായിരുന്നു ഇരുട്ട് തുടർന്നുള്ള ഓട്ടം. അവിടെ കൂടിയിരുന്നെല്ലാം പ്രതിപക്ഷത്തിന്റെയും ഉണ്ണിമേരുടെ ആൾക്കാരായിരുന്നു. ആരെങ്കിലും വെച്ച് താങ്ങി കാണും. ഉണ്ണിമേരുടെ കാര്യത്തിൽ ഒഴിച്ചാൽ മീറ്റിങ്ങിനെ കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമാണ്. അതിപ്പോ ഈ നാട്ടിൽ ഏത് കാര്യത്തിനാ രണ്ടഭിപ്രായം ഇല്ലാത്തത്? എന്തായാലും ചേട്ടന്റെ പ്രശസ്തി ഈ യോഗത്തോടു കൂടി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കെട്ടടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിമയുടെയും പാലത്തിന്റെയും പണി ആരംഭിക്കണം. നമ്മൾ എപ്പോഴും കേറി ഇറങ്ങി നടക്കണ ഒരു കുഴപ്പവും ഇല്ലാത്ത ആ പാലം പൊളിച്ചു കളയാൻ പറയാൻ മനസ്സ് വരുന്നില്ല പിള്ളേ. അതെങ്ങനെയാ? ചേട്ടാ, ഇപ്പൊ പൊളിച്ചു പണിയുന്ന പാലങ്ങളിൽ പലതും കേടില്ലാത്തതാ. കേടില്ലാത്തതിനെ കേട് വരുത്തുന്നതാണ് ജനാധിപത്യം. ഈ നാട് നന്നാക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് 4 പേര് പറയാനിടയാവരുത്. അത് നേരം. പഞ്ചവടിപ്പാലം ചേട്ടന്റെ സ്മാരകമായി ഉയരണം. അറ്റത്ത് ചേട്ടന്റെ പ്രതിമ വേണം. അത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. പാലം പണി തുടങ്ങിയ നാട്ടുകാർക്ക് തൊഴിലായി. നാട് നന്നായില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും നന്നാവുമല്ലോ. എന്നാലും പിള്ളേ, നാട്ടുകാർ കള്ളം കണ്ടുപിടിച്ചാലോ? നാട്ടുകാര് ഇന്നലത്തെ യോഗം കലയ്ക്ക് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. പാലം പൊളിക്കണം. കുറെ കാലം ഇവിടെ പാലം വേണ്ട. പാലം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവന്മാര് മനസ്സിലാക്കട്ടെ. നൂൽപാലത്തെ കൂടെ നടക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിന് കൈയടിച്ചിട്ട് എന്റെ കൈ അനക്കാൻ മേലാതിരുന്നതാ. എന്നിട്ടും ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ട് ഞാൻ അറിയാൻ അടിച്ചു പോയതാ. അമ്മയെ ഗുളിക കഴിച്ചില്ല, ടൈമായി. കാര്യം ഞാനങ്ങ് മറന്നുപോയി. എന്തിന്റെ ഗുളിക ചേച്ചി? ഇന്നലത്തെ ഓട്ടത്തിൽ വല്ലതും പറ്റിയോ? പ്രഷറിന്റെ ഗുളികയാ. തടി വെറുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ മരുന്നുകൊണ്ടൊന്നും കുറയുകയല്ല. ആഹാരം കുറച്ചാ മതി. നമ്മുടെ ശീർഷാസന സ്വാമിയെ കാണായിരുന്നില്ലേ? ശീർഷാസന സ്വാമി പുള്ളിക്കാരന്റെ പലതരത്തിലുള്ള ആസനങ്ങളുണ്ട്. ഏത് രോഗവും മാറും, ഏത് തടിയും കുറയും. അതാരാ ഹാവേലെ അങ്ങനെ ഒരുത്തൻ? അങ്ങനെ എവിടെയാ? നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആശ്രമം. പക്ഷെ അധികം ആർക്കും അറിയാൻ വയ്യ. വലിയ ആളല്ലയോ, അങ്ങനെയൊന്നും കയറി കാണാൻ പറ്റുകയല്ല. ഒരു നസ്രാണിയായ തനിക്കെങ്ങനാടോ ഒരു സ്വാമിയുടെ മഹത്വത്തെ പറ്റി അറിയാവുന്നത്? അതിപ്പോ ഞങ്ങളുടെ ജാതിക്കാരായ മന്ത്രിമാര് രായ്ക്ക് ആ തലസ്ഥാനത്ത് നിന്ന് ആശ്രമത്തിൽ വന്ന് ആസനവും പഠിച്ച് അനുഗ്രഹവും വാങ്ങിച്ചോണ്ട് പോകുന്ന അറിയാവോ? ചേട്ടാ, അങ്ങനെയാണെങ്കിലേ ഈ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കില് പാലം പൊളിക്കൽ സുഗമമായി നടക്കും. ചേച്ചിക്ക് ആസനവും പഠിക്കാം, തടിയും കുറയ്ക്കാം. ശരിയാ. പ്രസിഡന്റ് സാറില്ലേ? എന്താ വേണം? അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. എടി നീ എന്താണ് പറഞ്ഞേ? ഓ, പിന്നെ വലിയ മൂച്ചൊന്നും കാണിക്കണ്ട, കയ്യിൽ വെച്ചിരുന്നാ മതി. എനിക്ക് സാറ് ചെലവിന് തരണം. അയ്യോ, ഞാനോ? 4 വയസ്സുള്ള ഈ കൊച്ചിനെ തന്നേച്ച് ആ കാലമാടം വേറെ കെട്ടി താമസിക്കുക. സാറ് വന്ന് അനുഗ്രഹിച്ച കല്യാണം. എനിക്കും കൊച്ചിന് സാറ് ചെലവിന് തരണം. അതിനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യാനാ? പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു വിധവാ പെൻഷൻ വാങ്ങിച്ചു തന്നാൽ എന്താ? വിധവ പെൻഷൻ ഭർത്താവ് ചത്താലേ കിട്ടൂ. എന്റെ കൊച്ചിന്റെ തന്തയായി പോയില്ലയോ? എങ്ങനെ കൊല്ലാനാ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെൻഷൻ സാറ് വാങ്ങിച്ചു തരണം. അതല്ലെങ്കിൽ ഈ പൂതനയുടെ നിറം മാറും. എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസിൽ കൊട, നോക്കട്ടെ. തന്നില്ലെങ്കിൽ ഈ കൊച്ചുമായി ഞാൻ ഈ വീട്ടുമുറ്റത്ത് സത്യാഗ്രഹം ഇരിക്കും. ചേട്ടാ, അവളുടെ കാര്യം ശരിക്കും ഒന്ന് പരിഗണിച്ചോണേ. ഇല്ലെങ്കിൽ അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തോളാ. എനിക്ക് അവളോട് പറയണമെന്നുണ്ടായിരുന്നു. അതേതായാലും